വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. ഹായുടെ മക്കളെ, എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ല ഒരു ജീവിയും എന്ന ചാപ്റ്റർ അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മിസ് പറഞ്ഞത്. അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ എത്ര വായിച്ചിട്ടും പഠിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണതെന്ന് നോക്കാം. അപ്പൊ മിസ് എന്താണ് അവിടെ വെച്ചിട്ടുള്ളത്? പുല്ല് വെച്ചിട്ടുണ്ട് അല്ലെ. പുല്ല് തിന്നുന്ന ജീവികൾ ഏതൊക്കെയാ ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി ആൻസർ പറയും. ഒരുപാട് ജീവികളുടെ പേര് മിസ്സിന് വേണ്ടി പറഞ്ഞുതരും. അപ്പൊ മിസ് ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, അതാ നോക്കിക്കോ. ആടിനെ മിസ് വെച്ചിട്ടുണ്ട്. ആട് എന്ത് തിന്നുന്നു? ആട് പുല്ല് തിന്നുന്നു. അപ്പൊ ആട് പുല്ല് തിന്നുന്നു എന്നുണ്ടെങ്കിൽ ആ ആടിനെ തിന്നുന്ന വേറെ വല്ല ജീവികളും ഉണ്ടോ? ഉണ്ട്. ആരാ? വല്ല കടുവയോ അതേപോലെ പുലിയോ സിംഹോ ഒക്കെ നാട്ടിലോട്ട് ഇറങ്ങിന്ന് വിചാരിച്ചോ? സീനല്ലേ. ആടിനെ കൊന്നു തിന്ന് ഏകദേശം അതിന്റെ പരിവ് ഇളക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു മുയലുകൾ എന്ത് ചെയ്യാറുണ്ട്? പുല്ല് തിന്നാറുണ്ട്. അതുപോലെ മാന് പുല്ല് തിന്നാറുണ്ട്. ഇതിനൊക്കെ തിന്നുന്ന ജീവികളാണ്. ഇപ്പൊ മിസ് മുമ്പ് പറഞ്ഞു വെച്ച പോലെ കടുവ തിന്നാറുണ്ട്, പുലി സിംഹം ഒക്കെ കടിച്ചു കീറി തിന്നുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഓരോരോ ജീവികളെയും ഓരോരുത്തരും ഇങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്, ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ പിക്ചർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പിക്ചർ മിസ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നോക്കിക്കേ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? വിച്ച് ഓഫ് ദ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ് എന്ന് ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്താ ആൻസർ ചെയ്യുക? ഇത് നോക്കി സിമ്പിൾ ആയിട്ട് പറയും. മിസ്സേ പുഴു ഉണ്ട്, ചെറിയ പുഴുക്കൾ ഉണ്ട് പറയും. അതുപോലെ സ്മോൾ ഫിഷസ് ഉണ്ട് പറയും. ഗ്രാസ് ഷോപ്പർ ഉണ്ട് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ പറയും അല്ലെ. പച്ചപ്പുൽച്ചാടി ഉണ്ട്, ചെറിയ മീനുകളുണ്ട്, പുഴു ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ണും പോയിട്ട് എന്ത് ചെയ്യും? ആൻസർ പറയും. ഓക്കെ. അപ്പൊ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ആൻസർ ആയിട്ട് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, അതിനെ തിന്നുന്ന വല്ല ജീവികളും ഉണ്ടോ? അപ്പൊ നമ്മൾ മുമ്പ് ചോദിച്ചതുപോലെ ഉണ്ടല്ലോ. സ്മാൾ ഫിഷസിനെ തിന്നുന്ന വലിയ മീനുകളുണ്ട്, ലാർജ് ഫിഷസ് ഉണ്ട് അല്ലെ. അതിനെ തിന്നുന്ന ആളാണ് ക്രെയിന്, കൊക്ക് എന്ന് പറയുന്നത്. സോ പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ക്രെയിന്. പ്ലാന്റ്, സ്മോൾ ഫിഷ്, ഫ്രോഗ്, ക്രെയിന് തുടങ്ങിയിട്ട് ഒരു ശ്രേണി പോലെ പോകുന്നു. ലൈക്ക് ചെറിയ മീനെ വലിയ മീന് തിന്നുന്നു, വലിയ മീനെ വേണമെങ്കിൽ നമുക്ക് തിന്നാം, അല്ലെങ്കിൽ കൊക്കിന് തിന്നാം. ആ പിക്ചറിൽ കൊക്കായതുകൊണ്ട് മിസ് ക്രെയിനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് ദെൻ നമ്മൾ വേംസ്. അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിന് ആര് തിന്നുന്നു? പുഴുക്കൾ തിന്നുന്നു. ആ പുഴുക്കളെ ആര് തിന്നുന്നൂടാ? ക്രോ തിന്നുന്നു, കാക്ക തിന്നുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ ദാ പുഴുവിനെ തിന്നുന്ന കാക്ക. അപ്പൊ ഇങ്ങനെയാണ് ഓരോരോ ഫുഡിന്റെ ശ്രേണികളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്കൊരു പേര് പറഞ്ഞ് വിളിക്കാം. എന്താണ് ആ പേരെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരുപാട് എക്സാമ്പിളുകൾ മിസ് ഇപ്പൊ പറഞ്ഞല്ലേ. പുല്ല് തിന്നുന്ന പുൽച്ചാടി തിന്നുന്ന തവള തിന്നുന്ന പാമ്പിനെ തിന്നുന്ന കഴുകൻ. ഒരു വലിയൊരു ശ്രേണിയാണ്. ഒരാളെ തിന്നു, ഒരാളെ തിന്നു. അപ്പൊ കണക്ട് ചെയ്ത് പോകുന്ന ഒരു വിഭാഗം ആളുകളാണ്. ആൻഡ് ദെൻ ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മിസ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതല്ലാണ്ട് ഇപ്പൊ മിസ് ഒരുപാട് എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലാത്ത ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് മിസ്സിന് വേണ്ടിയിട്ട് താഴെ നിന്ന് കമന്റ് ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ സസ്യത്തെ തിന്നുന്ന മാനുണ്ട്, മാനിനെ തിന്നുന്ന ആരുണ്ടടാ? സിംഹം ഉണ്ട് എന്ന് പറയാൻ പറ്റും. ആൻഡ് മുയല സസ്യം, മുയല, കടുവ, സസ്യം, പുൽച്ചാടി, തവള. ഇതൊക്കെ ശ്രേണികളാണ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഓരോരുത്തർ തിന്നുന്നതിന്റെ ശ്രേണിയാണ് മിസ്സോട് വെച്ചിട്ടുള്ളത്. പ്ലാന്റ്, ഡിയർ, ലയൺ, പ്ലാന്റ്, റാബിറ്റ്, ടൈഗർ, പ്ലാന്റ്, ഗ്രാസ് ഷോപ്പർ, ഫ്രോഗ് തുടങ്ങിയിട്ട് കണ്ണി ചേർന്നിട്ടാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. സോ ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ്, one to another, ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഇസ് കോൾഡ് ഫുഡ് വെബ്. അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം. ഒരു വെബ് പോലെ പോവാണ്. നമ്മൾ വെബ്സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ? നമ്മൾ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യും. എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അതുപോലെ ഫുഡ് വെബ് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ജീവികള് പരസ്പരം ഫുഡിന് വേണ്ടിയിട്ട്. നമുക്ക് മെയിൻ സാധനമാണല്ലോ ഫുഡ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾ ഫുഡ് കൊണ്ടുവന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ? ഷെയറിങ് ഈസ് കെയർ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൊണ്ടുവന്ന കുറച്ച് സാധനം അവർക്ക് കൊടുക്കും, അവർ കുറച്ച് സാധനം നമുക്ക് തരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കഴിക്കും അല്ലേ. ഇതുപോലെ ജീവികളുടെ കേസിലാണെങ്കിൽ ഒരാളെ തിന്നുന്നു, അടുത്താളെ തിന്നുന്നു തുടങ്ങി പരസ്പരം ആശ്രയിച്ചിട്ടാണ് അവർ
ജീവിക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാ ജാലം എന്ന് പറയും. അപ്പോൾ ഒരുപാട് ആഹാര ശൃംഖലാ ജാലം എൻ്റെ മക്കൾക്കറിയാം. ഗ്രാസ് തിന്നുന്ന ഗോട്ടിനെ തിന്നുന്ന ടൈഗർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള എക്സാമ്പിളുകൾ കണ്ടുപിടിച്ച് മിസ്സിന് വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മിസ് ഒരുപാട് എണ്ണം വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഇതിന് പുറമേ ഉള്ളതാണ് എൻ്റെ മക്കൾ ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. സോ ഗ്രാസ്, വേം, ഹെന്നിനെ തിന്നുന്ന ആരുണ്ട്? കോഴി. നല്ല പൊരിച്ച കോഴിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം പോയി തിന്നും അല്ലേ? അപ്പം നമ്മൾ തിന്നാറുണ്ട്, നമ്മളും ഒരു ശൃംഖലയിൽ ഭാഗമാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് ഫുഡ് വെബുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതുപോലെ കണ്ടും പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര കേസാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ബേസായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക്, ഒരുപാട് ടോപ്പിക്കുകളിലത്തെ ഒരു ടോപ്പിക്കാണ് ഇത് എക്സാമിന് മെജോറിറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് മിസ് പിന്നെയും പറഞ്ഞത്. സോ എൻ്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഡാ, സീ യു.